2-ാം അധ്യായത്തിന്റെ 15-ാം വാക്യം ഒന്ന് വായിക്കുന്നു. ലോകത്തെയും ലോകത്തിലുള്ളതിനെ സ്നേഹിക്കരുത്. ഒരുവൻ ലോകത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ അവനിൽ പിതാവിന്റെ സ്നേഹമില്ല. ആര് പറയുന്നു? യേശു കർത്താവാണ് പറയുന്നത്. സ്തോത്രം. അവിടെ യേശു ദൈവമാണെന്ന് ആരും പറഞ്ഞിട്ടില്ല. ഇവിടെ വ്യക്തമായിട്ട് പറയുന്നു, ലോകത്തെയും ലോകത്തിലുള്ളതിനെ സ്നേഹിക്കരുത്. ഒരുവൻ ലോകത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ അവനിൽ പിതാവിന്റെ സ്നേഹമില്ല. സ്തോത്രം. ഇത് യോഹന്നാൻ അപ്പോസ്തലൻ പറയുന്നു. ഇവിടെ യോഹന്നാൻ അപ്പോസ്തലൻ എഴുതിയ ലേഖനത്തിൽ ഒരു വാക്യം വെച്ചിട്ട് മറ്റുള്ളവരെ ഇത് വായിച്ചിട്ട് പറയുന്നു യേശു തന്നെയാണ് ദൈവം എന്ന് പറയുന്നു. അപ്പൊ ഇവിടെ യോഹന്നാൻ പറയുന്നത് എന്താണ്? യോഹന്നാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല. ഇനിയും യോഹന്നാന്റെ ലേഖനത്തിൽ നമുക്ക് വായിക്കാം. 1 യോഹന്നാൻ 3-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം. കാൺമിൻ നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു, അങ്ങനെ തന്നെ നാം ആകുന്നു. ലോകം അവനെ അറിഞ്ഞിട്ടില്ലായതുകൊണ്ട് നമ്മയും അറിയുന്നില്ല. പ്രിയമുള്ളവരെ, നാം ഇപ്പോൾ ദൈവമക്കളാകുന്നു. നാം ഇന്നതാകൂ എന്ന് ഇതുവരെയും പ്രത്യക്ഷമായില്ല. അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താനിരിക്കുമ്പോൾ തന്നെ കാണുന്നതുകൊണ്ട് അവനോട് സദൃശന്മാരും. ആര്? യേശു കർത്താവ് എങ്ങനെ ഇരിക്കുന്നു അതേപോലെ നാം ആകുമെന്ന്. ദൈവത്തെ പോലെ ആകുമെന്ന് പറഞ്ഞാൽ നമ്മൾ ആരെങ്കിലും ദൈവത്തെ പോലെ ആകുമോ? ഇല്ല. നമ്മൾ ആത്മീയമായിട്ട് തന്നെ കറക്റ്റായിട്ട് നമ്മൾ രക്ഷിക്കപ്പെട്ട നാൾ മുതൽ ആത്മീകമായ നിലവാരത്തിൽ തന്നെ മുന്നോട്ട് നമ്മൾ പോയാൽ, അങ്ങോട്ടും ഇങ്ങോട്ടും മാറാതെ കൃത്യമായിട്ട് പോയാൽ എന്താണ് അവിടെ പറഞ്ഞിരിക്കുന്നത്? ക്രിസ്തുവെന്ന തലയോളം സകലത്തിലും വളരുവാനിടയാകുമെന്ന. അപ്പൊ ഇവിടെ പറയുന്നതായിട്ട് കറക്റ്റ് അല്ലേ? അവിടെ പറയുന്നത് എന്താണ്? സ്തോത്രം. അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താനിരിക്കുമ്പോൾ തന്നെ കാണുന്നതാകൊണ്ട് അവനോട് സദൃശന്മാരാകുമെന്ന് നാം അറിയുന്നു. അപ്പൊ യേശു ക്രിസ്തുവിനെ പോലെ ആകുമെന്നാണ് അവിടെ പറയുന്നത്. അവിടെ ദൈവത്തെ പോലെ ആകുമെന്ന് പറഞ്ഞിട്ടില്ല. ഒരിക്കലും ദൈവത്തെ പോലെ ആകില്ല. അപ്പൊ യേശു എങ്ങനെ? യേശു ദൈവമാകും? ദൈവമാകുന്നില്ലല്ലോ. യേശു ദൈവപുത്രനായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. ഇത് നമ്മൾ എന്തുകൊണ്ട് മനസ്സിലാക്കുന്നില്ല? ഇത് മനസ്സിലാക്കാതെ കണ്ട് ഈ ഒരു ഒറ്റ കാര്യം പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യാൻ? ഈ 5-ാം അധ്യായത്തിൽ 1 യോഹന്നാൻ 5-ന്റെ 20-ാം വാക്യം എടുത്തിട്ട് ഇങ്ങനെ കോട്ടിക്കളയുന്നത് എന്താണ് അതിനകത്ത് ഇവർ കാണുന്നത്? അവിടെ എന്തെങ്കിലും ഉണ്ടോ ഇങ്ങനെ പറയുവാൻ? അവനാണ് പിതാവ്, ദൈവമായ അവനാണെന്ന് അവിടെ ആര് പറഞ്ഞിരിക്കുന്നു? അവിടെ ആരും പറഞ്ഞിട്ടില്ല. അവിടെ പറഞ്ഞിരിക്കുന്നത് ഇതാണ്: ദൈവപുത്രൻ വന്നു എന്നും, ദൈവപുത്രനാണ് വന്നത്, ദൈവപുത്രൻ വന്നു എന്നും സത്യദൈവത്തെ അറിവാനുള്ള വിവേകം. എന്താ പിന്നെ യേശു ദൈവമായിരുന്നെങ്കിൽ പറയാൻ പാടില്ലേ, ഞാനാണ്